ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കാരണം ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന സാരി എൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണ് കേട്ടോ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം തന്നെ ലിപ് ബാം ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ അതിനുശേഷം ഞാൻ ഒരു പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസർ പ്രോഷിൻ്റെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സോ ഞാൻ അതെൻ്റെ ഫേസിൽ ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സാരിക്ക് 34 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ ഞാനിത് ആദ്യമായിട്ടല്ല എടുക്കുന്നത്. എത്രയോ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരു തവണ ഇത് ഉടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഏത് പ്രായത്തിലാണെന്നറിയില്ല, പക്ഷേ എത്രയോ ചെറുതാവുന്ന സമയത്ത് ഞാനിത് ഒരു തവണ ഉടുത്തിട്ടുണ്ട്. ആൻഡ് അത്രയും വർഷം പഴക്കമുള്ളൊരു സാരിയാണ്. 34 വർഷമായി ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞാൻ കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഭാഗത്ത്, ചുണ്ടിൻ്റെ സൈഡിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കൺസീലർ മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഫൗണ്ടേഷനൊന്നും ഇടാതെ തന്നെ നമുക്ക് അധികം പാടുകളോ കുത്തുകളോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കൺസീലർ തന്നെ ഓക്കെയാണ്. സോ ഞാനിപ്പോൾ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ലുക്ക് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനെൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ലുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ കൺസീലർ ഏകദേശം ഞാൻ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം മാമ എർത്തിൻ്റെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഡോട്ട് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സാരിയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. ഒരു മെറൂൺ ആൻഡ് ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് അതിൻ്റെ ബോർഡർ ആണെങ്കിലും അതിൽ കൊടുത്തിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡ്സ് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നല്ലൊരു സിൽക്കി ആയിട്ടുള്ളൊരു സാരി തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഷെയ്ഡ് തന്നെയാണ്. ആൻഡ് അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഐ ഷാഡോ ഞാൻ എപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ഇടുന്നത് അതിലെ ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും കേട്ടോ. വൈറ്റ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ സെയിം തന്നെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതിലുള്ളൊരു റോസ് കളറാണ് കേട്ടോ എടുക്കുന്നത്. നല്ലൊരു റോസ് കളറാണ്. ഈ ഒരു പാലറ്റിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ ഉണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇതിൽ താഴെ വീണ് പൊട്ടിപ്പോയി കേട്ടോ. പക്ഷേ അതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു കളറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഷെയ്ഡായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഒരു സ്മോക്കി ഐ കൊടുക്കണം എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്മോക്കി ഐ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു കാജൽ ഉണ്ടല്ലോ, ലാക്മിയുടെയാണ്. അത് ഭയങ്കര ഒരു സ്മജ് പ്രൂഫാണ് കേട്ടോ. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും അത് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ട, നോർമൽ ഒരു ഐ മേക്കപ്പിന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദെൻ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒരു ലിപ് ക്രയോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ക്രയോൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ലൊരു ക്രയോൺ ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. നമുക്ക് ഒരു നല്ലൊരു വാവ് ലുക്കൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു റൗണ്ട് പൊട്ടാണ് വിത്ത് ഒരു വൈറ്റ് സ്റ്റോൺ പോലെ വരുന്നൊരു പൊട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുവാണ്. ഒരു റോസ് കളർ ബ്ലഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ സ്ട്രോപ്പ് ക്രീം NYBയുടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എൻ്റെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിലെല്ലാം ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് മേക്കപ്പിൽ സ്ട്രോപ്പ് ക്രീം അല്ലെങ്കിൽ ബ്ലഷ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. സോ ഞാൻ കുറച്ചധികം തന്നെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഫോട്ടോയ്ക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ ഉദ്ദേശിച്ച ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് സെറ്റിംഗ് സ്പ്രേയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്ത് ഞാൻ ഈ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ഹെയർ ഒക്കെ കെട്ടിയിട്ട് വരാം കേട്ടോ. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ലുക്കിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ഈ ഒരു സിന്ദൂരത്തിലുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ആൻഡ് കൂടുതൽ ഒരു ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കാൻ എനിക്കറിയില്ല. സോ ഞാൻ ഇങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് എന്തായാലും ഒരു സംതിങ് സ്പെഷ്യലായിട്ട് ഈ ഒരു മേക്കപ്പ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ആൻഡ് അതിൻ്റെ ആ ഒരു ലുക്കാണെങ്കിൽ തന്നെ സാരിയുടെ ആ ഭംഗിക്കും എല്ലാം കൂടെ എനിക്ക് ഒന്നും കൂടെ ഒരു ഭംഗിയായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഹെയർ ഒന്നും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ിൽ കുറച്ചും കൂടി ആ ഒരു ലുക്ക് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്ത് കാണിച്ചതിന് എനിക്ക് ഫീൽ ചെയ്തു.
സോ അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.